ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവട, നമ്മുടെ തനി നാടൻ വിഭവമായ ഉള്ളിവട. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സവോള വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നും ഇതളുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തത് 2 കപ്പ്. ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടീസ്പൂൺ. പച്ചമുളക് വളരെ തിന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് 2 എണ്ണം. കറിവേപ്പില വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് 2 തണ്ട്. കടലമാവ് 1/2 കപ്പ്. കായപ്പൊടി 1/4 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. എണ്ണ വറുക്കാൻ ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിലോട്ട് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഉള്ളി ഇപ്പോൾ ഒന്ന് വാടി വെള്ളം കുറേശ്ശെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് കടലമാവ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മാവ് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിവട തയ്യാറാക്കാനുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു ഫ്രൈങ് പാനിലോട്ട് വട വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കുക. വട മുങ്ങിക്കിടക്കാനുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാവ് കുറേശ്ശെ കൈ കൊണ്ടെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കി ചൂടുള്ള എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് വയ്ക്കാം. നമ്മുടെ ഉള്ളിവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പേപ്പർ ടവലിലിട്ട പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് വട ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തനി നാടൻ സ്റ്റൈലിലുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ വട ചൂടോടുകൂടി തന്നെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ തനി നാടൻ വിഭവമായ
ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.